കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഹൃദയപൂർവ്വമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം നമ്മൾ പഠിക്കുകയും കഴിഞ്ഞ ക്ലാസ്സിൽ 10-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി പൗലോസോടെ പറഞ്ഞിരിക്കുന്ന 8 വസ്തുതകളെ ചുരുക്കമായി നമ്മൾ ചിന്തിക്കുകയും ചെയ്തു. ആ 8 ആത്മീക സത്യങ്ങൾക്കും പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്നുള്ള ഉദ്ധരണികൾ പിൻബലമായുള്ളതും പൗലോസ് അവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളും പുതിയ നിയമ തിരുവചനവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം സംബന്ധിച്ച് ആർക്കും ഇനി ഒരു സംശയമുണ്ടാകുവാൻ യാതൊരു പഴുതും ശേഷിപ്പിക്കാതെ വണ്ണമാണ് പൗലോസ്ലീഹായുടെ പരിശുദ്ധാത്മാവ് ഈ വസ്തുതകൾ നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നത്. സ്തോത്രം. മറ്റേ തുടർന്ന് 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 11-ാമത്തെ അധ്യായത്തിലെ ആദ്യ ചില വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കുന്നു. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിൻ്റെ പ്രവാചകന്മാരെ കൊന്നു, നിൻ്റെ യാഗപീഠങ്ങളെ നിൻ്റെ യാഗപീഠത്തെ ഇടിച്ചു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവന് അരുളപ്പാടുണ്ടായതെന്ത്? ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തെരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, 9-ാം അധ്യായവും 10-ാമത്തെ അധ്യായവും പൗലോസ് ആരംഭിക്കുന്നത് വ്യക്തിപരമായ പരാമർശത്തോടുകൂടെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ 11-ാമത്തെ അധ്യായവും പൗലോസ് ആരംഭിക്കുന്നത് വ്യക്തിപരമായ ഒരു പരാമർശത്തോടുകൂടിയാണ്. ഇവിടെ പൗലോസ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഈ 10-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ മത്സരത്തെക്കുറിച്ച് പരാമർശിച്ചു. ഇസ്രായേലിൻ്റെ മത്സരത്തെക്കുറിച്ച് പരാമർശിച്ച് അവർ മറുത്തു പറയുന്നവർ മത്സരികളാണ്, ഞങ്ങൾ കേൾപ്പിച്ചതാറ് വിശ്വസിച്ചു എന്ന് എല്ലാ ജനസമൂഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദൈവവചനത്തെക്കുറിച്ച് ഉത്ബോധമുണ്ടായിരുന്ന ഇസ്രായേലും അതുപോലെ തന്നെ ദൈവവചനത്തെ വിശ്വസിക്കുവാൻ മനസ്സില്ലാതെ മത്സരികളായി തുടരുന്ന കാര്യം പരാമർശിച്ചല്ലോ. അതുകൊണ്ട് പൗലോസ് ഈ 11-ാം അധ്യായം തുടങ്ങുമ്പോൾ ചോദിക്കുക, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ ദൈവം തൻ്റെ സ്വജനത്തെ തള്ളിക്കളഞ്ഞോ? എന്നിട്ട് ഉടൻ തന്നെ മറുപടിയും പറയുന്നു, ഒരു നാളും ഇല്ല. പൗലോസ് എപ്പോഴും പറയുന്നു, ഭയങ്കര എംഫാറ്റിക്കായിട്ടാണ് പറയുന്നത്. ഇല്ല എന്നൊന്ന് ഒരു വാക്കോട്ട് പറയും, ഒരു നാളുമില്ല. ദൈവം ഒരിക്കലും സ്വജനത്തെ തള്ളിക്കളഞ്ഞില്ല. ഇവിടെ സ്വജനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. അപ്പോൾ എന്താ, ബാക്കി ആരും ദൈവത്തിൻ്റെ സ്വന്തം ജനമല്ലേ? എല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തം ജനം തന്നെയാണ്. എന്നാൽ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ആ ജനസമൂഹത്തെയാണ് സ്വന്തം ജനം എന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, അബ്രഹാമിൻ്റെ വിശ്വാസവും അബ്രഹാമിൻ്റെ അനുസരണവും നിമിത്തം ദൈവം അവൻ്റെ അടുത്ത തലമുറയെ തൻ്റെ പ്രിയ ജനമായി ഒരു പ്രത്യേക ദൗത്യത്തിനായി തിരഞ്ഞെടുത്തു. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ പ്രത്യേക ദൗത്യത്തെ സംബന്ധിച്ച് നമുക്ക് തിരുവെഴുത്തിൽ നിന്നും ബോധ്യപ്പെടുവാൻ കഴിയും. എന്നാൽ ബഹുദൈവ വിശ്വാസം ലോകത്തിൽ പ്രചരിക്കുമ്പോൾ ഏകദൈവ വിശ്വാസം നിലനിർത്തേണ്ടതിന് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. ദൈവം ഒന്നേ ഉള്ളൂ, ഏകസത്യ ദൈവമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, സ്തോത്രം. ഏകസത്യ ദൈവമേ ഉള്ളൂ, സത്യദൈവം ഒന്നേ ഉള്ളൂ. ആ സത്യം, ബഹുദൈവ വിശ്വാസം കട്ടുതി പോലെ പടരുന്ന പ്രാചീന ലോകത്തിൽ ആ ഏകദൈവ വിശ്വാസം നിലനിർത്തേണ്ടതിന് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുകയും അബ്രഹാമിലൂടെ ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. രണ്ടാമത്, പാപപരിഹാരത്തിന് ദൈവം നിയമിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അത് മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടതിന്, കയ്യേന്തേണ്ടതിന് മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയായി ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. സ്തോത്രം. മൂന്നാമതായി, ഒരു വിശുദ്ധ സമൂഹത്തെ ഒരുക്കി, ഒരു വിശുദ്ധ കുടുംബത്തെ ഒരുക്കി. ആ വിശുദ്ധ കുടുംബത്തിലേക്ക് ദൈവം
താൻ തന്നെ മനുഷ്യനായി ലോകത്തിൽ അവതരിക്കേണ്ടതിന്, ഒരു വിശുദ്ധ കുടുംബത്തെ ഒരുക്കേണ്ടതിന്, ഒരു വിശുദ്ധ സമൂഹത്തെ ഒരുക്കേണ്ടതിന് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. പിന്നെ നമുക്ക് കാണാൻ കഴിയും, പുതിയ നിയമസഭയ്ക്ക് ഒരു സാധന പാഠമായിരിക്കേണ്ടതിന്, ദൈവിക സത്യങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ പ്രായോഗികമായി തെളിയിക്കപ്പെടേണ്ടതിന് ഒരു സാധന പാഠം എന്ന പോലെ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില ഉദ്ദേശ്യങ്ങൾ ദൈവം ഇസ്രായേലിലൂടെ നിവർത്തിക്കുവാൻ പ്രസാദിച്ചതിനാൽ അവരെ ഇതര ജനസമൂഹങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു പ്രത്യേക സമൂഹമായി ദൈവം വേർതിരിച്ചു. അപ്പോൾ പ്രാചീന ലോകത്തിൽ ഏകദൈവ വിശ്വാസം നിലനിർത്തിയിരുന്ന ഒരേ ഒരു ജനസമൂഹം ഇസ്രായേലായിരുന്നു. ലോകം ബാക്കി എല്ലാ ജനസമൂഹങ്ങളിലും ബഹുദൈവ വിശ്വാസം. കാര്യം പ്രകൃതിയിൽ നമ്മൾ നോക്കുമ്പോൾ വിവിധങ്ങളായ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നന്മയും തിന്മയും, ഇരുളും വെളിച്ചവും, എന്ന് വേണ്ട ആപത്തും സ്വൈര്യതയും, ഇതെല്ലാം നമുക്ക് ഈ പ്രകൃതിയിൽ കാണാനായിട്ട് കഴിയും. ഇതെല്ലാം ഒരു ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് മനുഷ്യന് അവൻ്റെ സാമാന്യ ബുദ്ധിയിൽ ഉൾക്കൊള്ളുവാൻ കഴിയാതിരുന്നതിനാൽ അവന് പ്രകൃതിയിലെ ഓരോ ശക്തിക്കും ഓരോ ദേവന്മാരെ ആരോപിക്കുകയും ഇങ്ങനെ വിവിധ ബഹുദൈവ വിശ്വാസം വിവിധ ജനസമൂഹങ്ങളിൽ പ്രചരിക്കുവാൻ ഇടയാകുകയും ചെയ്തു. എന്നാൽ അന്നും സത്യദൈവത്തെക്കുറിച്ച് വ്യക്തമായ വെളിപ്പാട് പ്രാപിച്ചവരും സത്യദൈവത്തെ സേവിക്കുവാനായി തങ്ങളെ തന്നെ സമർപ്പിച്ച് നിലനിന്നവരുമായ ഒരു ജനസമൂഹമായിരുന്നു ഇസ്രായേൽ. അതുകൊണ്ടാണ് അവരെ സ്വന്തം ജനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല ദൈവത്തിന് മുഖപക്ഷമുള്ളതുകൊണ്ടോ പക്ഷഭേദമുള്ളതുകൊണ്ടോ അല്ല, തൻ്റെ സ്വന്തം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതുകൊണ്ട് ദൈവം അവരെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഇല്ല, ഒരു നാളുമില്ല. ഇസ്രായേലിനെ ഒരു പ്രത്യേക ജനസമൂഹമായി ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഏത് കാലത്തും അവർക്കൊരു പ്രത്യേകമായ സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഇത്രയേറെ കഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ട മറ്റൊരു ജനസമൂഹവും മനുഷ്യ ചരിത്രത്തിൽ ഇല്ല തന്നെ. നോക്കണേ, അവർ എവിടെ പോയാലും അവരുടെ വംശീയ തനിമ നിലനിർത്തുന്നതിന് ഏതറ്റം വരെ പോകാനും അവർ തയ്യാറായിരുന്നു. എന്നാൽ അതേ സമയത്ത് വളരെ ബുദ്ധിമാന്മാരും വളരെ ഉന്നതന്മാരും വളരെ ധനാഢ്യരുമായ ജനങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരുടെ വംശീയ തനിമ നിലനിർത്തുന്ന കാര്യത്തിൽ വളരെ ഉത്സുകരായിരുന്നു. ഏകദൈവ വിശ്വാസം നിലനിർത്തുന്നതിന് വളരെ ഉത്സുകരായിരുന്നു. അവിടെ ന്യായപ്രമാണം ആചരിക്കുന്ന കാര്യത്തിൽ അവർ ഉത്സുകരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും അധികം കഷ്ടപ്പാടുകൾക്ക് വിധേയപ്പെട്ടു. നമ്മുടെ തലമുറയിൽ തന്നെയാണല്ലോ ജർമ്മനിയിലെ ഹിറ്റ്ലർ നാസി പട അവർ 65 ലക്ഷം യഹൂദന്മാരെ ഗ്യാസ് ചേംബറിലിട്ട് കൊന്ന് അവരുടെ ഈ വംശത്തെ തുടച്ചു നീക്കണം എന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങി നമുക്കറിയാൻ കഴിയും. ഇത്രയേറെ കഷ്ടമനുഭവിച്ച മറ്റൊരു ജനസമൂഹമില്ല. ഇത്രയേറെ കഷ്ടം അനുഭവിച്ചെങ്കിലും ഇന്നും വംശീയ തനിമ നിലനിർത്തുന്ന ഒരു ജനസമൂഹമായി. അതിൻ്റെ അർത്ഥം അവർ മറ്റ് ജനസമൂഹങ്ങളുമായി ഇടപഴകുന്നില്ലെന്നല്ല. മീൻസ് ഇസ്രായേലിലെ വിവാഹം കഴിച്ച മലയാളികളെ തന്നെ എനിക്കറിയാം. ഇസ്രായേലിയരായ പുരുഷന്മാർ മലയാളികളായ പെൺകുട്ടികളെ കല്യാണം കഴിച്ചത് എനിക്കറിയാം. അവർ ഇടപഴകുന്നുണ്ട്, ലോകം മുഴുവൻ ചെറിപ്പോർക്കുന്നത്. എങ്കിലും ആ ഏകദൈവ വിശ്വാസം എന്നുള്ളത് അവരിൽ ബഹുഭൂരിപക്ഷം നിലനിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവരെല്ലാവരും ദൈവവിശ്വാസികളാണെന്നല്ല. ഇന്ന് കാണുന്ന ഇസ്രായേൽ നിരീശ്വരന്മാർ ഏറ്റവും അധികം അവരിൽ. നമുക്കറിയാം കാൾ മാർക്സ് ഒരു യഹൂദനായിരുന്നു. ദൈവവിശ്വാസത്തിനെതിരായി അദ്ദേഹം പ്രചരിച്ചു. മതം മനുഷ്യൻ്റെ മനം മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്നത് സത്യമാണ്. മതം മനുഷ്യൻ്റെ മനം മയക്കുന്ന കറുപ്പാണ്. മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു. മതചിന്ത മനുഷ്യനെ അന്ധത പിടിപ്പിക്കുന്നു. എന്നാൽ ദൈവചിന്ത വേറെയാണ്. റിലീജിയോസിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി ആർ ഡിഫറെൻറ്റ്. മതചിന്തയും ആത്മീയതയും രണ്ടായി കാണാൻ നമുക്ക് കഴിയാതെ പോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, നിരീശ്വരന്മാർ ധാരാളം യഹൂദന്മാരിലുണ്ട്. എന്നാലും അവരൊരു ജനസമൂഹം എന്ന നിലയിൽ ഒരു ഭൂരിപക്ഷം ജനങ്ങളും ഇന്നും ഏകസത്യ ദൈവവിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവം അവരെ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. അവരെത്ര മത്സരികളായാലും ദൈവത്തിന് അവരോട് എന്നും ഒരു പ്രത്യേക കരുതലുണ്ട്. പൗലോസ് അത് തെളിയിക്കുക, തൻ്റെ അനുഭവത്തോടെ തെളിയിക്കുക. ഞാനും ഇസ്രായേലിയനല്ലോ.
അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ അനുഭവം പറയുക. ശരിയാണ്. എന്നിട്ട് പൗലോസിൻ്റെ അനുഭവം എടുത്താലോ, എന്നെ ദൈവം തള്ളിക്കളഞ്ഞില്ലല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് തന്നെ കുറിച്ച് പറയും, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുന്നു. ദൈവസഭയെ ഉപദ്രവിച്ചവനാണ് ഞാനെന്ന് പറയുന്നുണ്ട്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, ദൈവസഭ ഉപദ്രവിച്ചവൻ. നമുക്കറിയാം, സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് അതിന് സാക്ഷിയായവരിൽ ഒരുവൻ പൗലോസായിരുന്നു. കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചു കൊണ്ടിരുന്നത് പൗലോസായിരുന്നു. പറഞ്ഞാൽ വസ്ത്രം സൂക്ഷിച്ചു കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ തണുപ്പുള്ള രാജ്യമായതുകൊണ്ട്, പ്രദേശങ്ങളായതുകൊണ്ട് അവർ പുറത്തുകൂടി ഇടുന്ന ഓവർകോട്ടും ഒക്കെ ഉണ്ട്. അവർ എന്തെങ്കിലും ശാരീരികമായ ഭയങ്കര അധ്വാനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവർ ഇട്ടിരിക്കുന്ന ഓവർകോട്ട് ഇട്ടുകൊണ്ടിറങ്ങാനൊക്കെ അതങ്ങോട്ട് ഊരി എവിടെയെങ്കിലും വെച്ചിട്ടാണ് ഇറങ്ങുക. അപ്പോൾ ആ വസ്ത്രം കാത്തുകൊണ്ടിരിക്കുന്ന, അതിന് സജീവമായ സാക്ഷിയായി നിന്ന ആളായിരുന്നു പൗലോസ് എന്ന് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവമക്കളെ ഉപദ്രവിച്ചു, ദൈവസഭയെ ഉപദ്രവിച്ചു. അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളം ചെന്ന് അവിടെയുള്ള ക്രിസ്തീയ വിശ്വാസികളെ വലിച്ചിഴച്ചുകൊണ്ട് യെരുശലേമിൽ വന്ന് അവരെ ഉപദ്രവിക്കുവാൻ അങ്ങനെ ഭ്രാന്ത് പിടിച്ച് തൻ്റെ കൂട്ടുകാർ മൊത്തം ഇറങ്ങിത്തിരിച്ച ഒരു ഭ്രാന്തൻ പലായനത്തിലായിരുന്നു പൗലോസ് തന്നെ. സോ അങ്ങനെ തൻ്റെ സ്വജനത്തെ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസികളായ ദൈവമക്കളെ ഉപദ്രവിക്കുന്നതിന് മുൻകൈയെടുത്തിരുന്ന ഈ പൗലോസിനെ പോലും അത്ര മത്സരിയായിരുന്ന എന്നെ, ഞാൻ ഇസ്രായേലല്ലോ, ഞാൻ മത്സരിയായിപ്പോയവരല്ലേ, എന്നെ തള്ളിയില്ലല്ലോ, എന്നെ ദൈവം ഉദ്ധരിച്ചെങ്കിൽ എൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ നിഴലാണെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിൻ്റെ സന്തതിയിൽ ജനിച്ചവനാ, ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവനാ, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്ദ്യൻ എന്ന പൗലോസ് തന്നെക്കുറിച്ച് തന്നെ അവകാശപ്പെടുകയാണ്. സ്തോത്രം. ശുഷ്കാന്തി സംബന്ധിച്ച് ദൈവത്തെ ഉപദ്രവിച്ചവനാണ്, പക്ഷേ ദൈവം എന്നെ തള്ളിക്കളഞ്ഞില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ദമസ്കോസ് പട്ടണത്തിലേക്ക് അവൻ്റെ കയ്യിലിരിക്കുന്ന മഹാപുരോഹിതന്മാരുടെ അധികാരപത്രത്തിൽ ഉള്ളടക്കം എന്താ? ആ പട്ടണത്തിലെ മൂപ്പന്മാരോട് മഹാപുരോഹിതന്മാർ എഴുതിയിരിക്കുക, ഇവിടെ ക്രിസ്തീയ വിശ്വാസികളായ സകലരെയും പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ അധികാരപ്പെടുത്തി വിട്ടിരിക്കുന്ന ആളാണ് ഈ എഴുത്തുമായി വരുന്ന ശൗൽ. പ്രിയമുള്ളവരെ, പൗലോസ് തൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവം ഇസ്രായേലിനെ മുഴുവൻ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. ശൗലിനെ പോലെ ദൈവസഭ ഉപദ്രവിച്ചവരില്ല. ഭ്രാന്ത് പിടിച്ച് അന്യപട്ടണങ്ങളോട് ചെന്നതാണല്ലോ നമ്മൾ കണ്ടത്. അത്ര ക്രൂരമായി സഭയ്ക്കെതിരെ പ്രവർത്തിച്ച അദ്ദേഹത്തെ ദൈവം തള്ളിക്കളഞ്ഞില്ലെങ്കിൽ, എന്നെ ദൈവം തള്ളിക്കളഞ്ഞില്ലെങ്കിൽ ദൈവം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞില്ലെന്നുള്ളതിന് അത് മതിയായ തെളിവല്ലേ എന്ന് പൗലോസ് തൻ്റെ സ്വന്തം അനുഭവത്തോടുകൂടി നമ്മളോട് ചോദിക്കുകയാണ്. സ്തോത്രം. ദൈവം എന്നിട്ട് അപ്പോൾ എല്ലാ ഇസ്രായേലിനെ ദൈവം അതുപോലെ അങ്ങ് സ്വീകരിക്കുന്നു? ഇല്ല. തൊട്ടടുത്ത വാക്യം, രണ്ടാമത്തെ വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നു. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് വിചാരിച്ച് അവർ എന്ത് കാണിച്ചാലും ദൈവം അവരെ തള്ളിക്കളയുകയില്ല എന്ന ഒരു ചിന്ത ഇവിടെ ഇല്ല. ദൈവം മുന്നറിഞ്ഞിട്ടുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മൾ 8-ാമത്തെ അധ്യായത്തിൽ, റോമാലേഖനത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കണ്ടതാണ്. മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരെ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ മുന്നറിവ്, മുൻ നിയമനം, വിളി, നീതീകരണം, തേജസ്കരണം, ഈ 5 ചുവടുകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. പലപ്പോഴും ആ മുൻ നിയമിച്ചു എന്നുള്ള നമ്മളുണ്ട്, പക്ഷേ മുന്നേ അറിയുകയാണ് ആദ്യം. ദൈവത്തിന് നമ്മെ എല്ലാവരെയും വ്യക്തിപരമായി അറിയാം. God checks every sinew of our inner being. നമ്മുടെ ആന്തരിക ആളത്വത്തിൻ്റെ എല്ലാ തന്തുകളെയും എല്ലാ സിന്യൂസിനെയും എല്ലാ വിശദാംശങ്ങളും ദൈവം നന്നായി അറിയുന്നു. നമ്മൾ എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതും ദൈവം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയപൂർവമായി ആത്മാർത്ഥമായി ഒരുവൻ തെറ്റിൽ തുടർന്നാൽ ദൈവം അത് തെറ്റാണെന്ന് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ തീർച്ചയായും ഉത്സുകനായിരിക്കും. ആത്മാർത്ഥമായിട്ടാണ്, നിർമ്മല ഹൃദയത്തോടുകൂടെയാണ്. ഇന്നസെൻ്റ്ലി മിസ്റ്റേക്കൺ എന്നൊരു പ്രയോഗമില്ലേ?
തെറ്റാണെന്ന് അറിയാതെ തെറ്റിൽ തുടരുകയാണ്. തെറ്റാണെന്നറിയാതെ തെറ്റിൽ തുടരുന്നവരോട് ദൈവം പ്രത്യേകം കരുണ കാണിക്കും. സത്യത്തെക്കുറിച്ചുള്ള ഉത്ബോധം അവന് കൊടുക്കും. തീർച്ചയായിട്ടും അതാണ് മുന്നറിഞ്ഞവർ. ഇസ്രായേലരാണ്, അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് വിചാരിച്ച് എന്നാ കാണിച്ചാലും, നമുക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ, നിരീശ്വരന്മാർ ഒത്തിരി പേര് ഇസ്രായേലിലുണ്ട്. മന്ത്രവാദികൾ ഇസ്രായേലിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. ഒക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ എന്നെ സംബന്ധിച്ചുള്ള ഒരു റൈറ്റപ്പ് ഞാൻ ഒരിക്കൽ വായിച്ചപ്പോൾ ഒരു വലിയ കൂട്ടം ഇസ്രായേലിയർ, യഹൂദന്മാരുണ്ടെന്ന് ഞാൻ വായിക്കുകയുണ്ടായി. അത് വസ്തുനിഷ്ഠമായ നല്ല റിസർച്ച് നടത്തിയുള്ള തെളിവുകളോടെയാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ അർത്ഥം സത്യദൈവം അവരെയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനല്ല, മുന്നറിഞ്ഞവരുണ്ട്. സ്വന്തം ജനമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരെയും അറിയുന്ന ദൈവം, മുന്നറിഞ്ഞവർ. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഒരു കാര്യം മറക്കരുത്. നമ്മെ ഓരോരുത്തരെയും ദൈവം നന്നായി അറിയുന്നുണ്ട്. ദൈവത്തിൽ താല്പര്യമുള്ളവരാരാണെന്ന് ദൈവം അറിയുന്നുണ്ട്. ജനസമൂഹങ്ങളിൽ ഇവൻ പ്രാർത്ഥനയ്ക്കും കൂട്ടങ്ങൾക്കും ഒക്കെ പോവുകയും ദൈവത്തെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളിൽ തന്നെ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ദൈവത്തിൽ താല്പര്യമുള്ളവരല്ല. അവരെല്ലാവരും അവരുടെ ഭൗമിക ജീവിതത്തിൽ നേട്ടമുണ്ടാകാനായി ദൈവത്തെ ഒരു ഉപാധിയായി ഉപയോഗിക്കുവാൻ ഉത്സാഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ ദൈവത്തിന് നന്നായി അറിയാം. ചിലപ്പോൾ അവരുടെ ഭൗമിക ജീവിതത്തിലെ കഷ്ടപ്പാട് കണ്ട് അവരുടെ നിലവിളി കേട്ട് അവരുടെ ബുദ്ധിമുട്ട് കാണുന്ന ദൈവം ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഭൗമിക നന്മകൾ നൽകിയെന്ന് വരാം. രോഗസൗഖ്യമോ ഭൗമിക നന്മകളോ ഒക്കെ നൽകിയെന്ന് വരാം. പിന്നെയും ഒരു ഭൗമിക നൽകുന്ന ദൈവം, രോഗസൗഖ്യം നൽകുന്ന ദൈവം, പ്രശ്നം പരിഹരിക്കുന്ന ദൈവം, ബിസിനസ്സിൽ ഉയർച്ച നൽകുന്ന ദൈവം, അങ്ങനെ പറഞ്ഞുകൊണ്ടങ്ങിരിക്കുകയാണെങ്കിൽ അവർക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുന്നില്ല. ദൈവം തന്നിലേക്ക് തൻ്റെ മക്കളെ ആകർഷിക്കേണ്ടതിന് ചിലപ്പോൾ അവരുടെ ഹൃദയനിരയും അവരുടെ ആവശ്യങ്ങളും അവരുടെ ഞെരുക്കങ്ങളും അവരുടെ ഭാരങ്ങളും അറിയുന്ന ദൈവം ചിലപ്പോൾ ഭൗമിക മണ്ഡലത്തിൽ അവർക്ക് വലിയ നന്മയും അനുഗ്രഹങ്ങളും ഒക്കെ നൽകി അവരെ തന്നിലേക്ക് ആകർഷിച്ചെന്ന് വന്നേക്കാം. പക്ഷേ അത് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അവർ പ്രാപിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അവർ പ്രാപിച്ചാൽ ഈ ഭൗമിക നന്മയ്ക്ക് ഉറവിടമായ ദൈവം എന്ന ചിന്തയിൽ നിന്ന് ആത്മീയതയിലേക്ക് കടക്കണം. ആത്മരക്ഷ നൽകുന്ന ദൈവം എന്ന ആ ചിന്തയിലേക്ക് അവൻ കടക്കണം. അങ്ങനെയുള്ളവരെ ദൈവം നന്നായി അറിയുന്നു. അതാണ് മുന്നറിഞ്ഞവർ. പ്രിയമുള്ളവരെ, നിങ്ങളും ചിലപ്പോൾ ദൈവത്തെ പിൻപറ്റുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്താ സഹോദരങ്ങളെ? ഭൗമികമായ നേട്ടം മാത്രമാണോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം? അത് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളും നിങ്ങളുടെ ഭൗമിക വിഷയങ്ങൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും നിങ്ങളുടെ രോഗത്തിൻ്റെ സൗഖ്യത്തിനും ഒക്കെ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ്. സ്തോത്രം. തീർച്ചയായിട്ടും ഞങ്ങളും ഞങ്ങളുടെ ഭൗമിക ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നവരാണ്. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളെ കരുണയോടെ സഹായിക്കുകയും ചെയ്തവരാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ ദൈവമേ, കൊറോണ ബാധിച്ച് കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഭൗമിക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിൽ നിൽക്കരുത്. ഭൗമിക നന്മകൾ നൽകുന്ന ഒരു ദൈവമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നിത്യജീവൻ തരുന്ന ദൈവം, പാപപരിഹാരം തരുന്ന ദൈവം, ആ ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് കടക്കണം. അങ്ങനെയുള്ളവരെ ദൈവം നന്നായി അറിയുന്നു. അതാണ് മുന്നറിഞ്ഞവർ. അപ്പോൾ ഇസ്രായേലിയർ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ സ്വന്തം ജനമായി നിലനിൽക്കുന്നവരെ മുന്നറിഞ്ഞവർ ദൈവത്തിന് അറിയാം ആരൊക്കെ. അപ്പോൾ ഇസ്രായേലിൽ തന്നെ മുന്നറിഞ്ഞവരാണ്. ഇതര ജനസമൂഹങ്ങളിലും അങ്ങനെയുള്ളവരാണ്, മുന്നറിഞ്ഞവരാണ്. നമുക്കറിയാമല്ലോ, സാധു സുന്ദർ സിംഗ് സത്യദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു അന്വേഷണ ബുദ്ധി അവനിൽ ഉണ്ടായിരുന്നതുകൊണ്ട് സത്യദൈവത്തെ അറിയണം, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് അവൻ അന്വേഷിച്ചു. അവൻ്റെ ആത്മാർത്ഥത കണ്ട ദൈവം തന്നെ അവന് വെളിപ്പെടുത്തി കൊടുത്തു. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠരായ സുവിശേഷ പ്രസംഗകരിൽ ഒരുവനായി ദൈവം അവനെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. നിങ്ങളും സത്യത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ, സത്യാന്വേഷികളാണെങ്കിൽ നിങ്ങളുടെ വർഗീയ ചിന്തകളെല്ലാം അങ്ങ് ഒഴിവാക്കി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരപ്പൻ്റെ മക്കളെ പോലെയുള്ളവരാണ്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരാണ്. ഒരു വായുമണ്ഡലത്തിൽ നിന്ന് ഞാൻ ഉച്ഛ്വസിക്കുന്നു, നിങ്ങൾ ശ്വസിക്കുന്നു, നിങ്ങൾ ഉച്ഛ്വസിക്കുന്നത് ഞാൻ ശ്വസിക്കുന്നു. ഒരു ഉറവിന് രണ്ട് കോണിൽ നിന്ന് കോരി കുടിക്കുന്നു. ഒരു വീട്ടിൽ പാർക്കുന്നവർ, ഒരു സൂര്യൻ്റെ കീഴെ ജീവിക്കുന്നവർ, ഒരു വായുമണ്ഡലത്തിൽ നിന്ന് ശ്വസിക്കുന്നവർ, അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യത്തെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണ ബുദ്ധി നിങ്ങൾക്കുണ്ടാകുമെങ്കിൽ, സത്യദൈവത്തെക്കുറിച്ച് അറിയാനൊരാഗ്രഹം ഉണ്ടാകുമെങ്കിൽ, പാപപരിഹാരത്തിന് ഫലകരവും തൃപ്തികരവും എനിക്ക് സ്വീകാര്യവുമായ അല്ലെങ്കിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നതുമായ ഏതെങ്കിലും ഒരു രക്ഷാമാർഗമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്ന
ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സത്യത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സമർപ്പിക്കുക തന്നെ ചെയ്യും. അതാണ് ഇസ്രായേലിലും അങ്ങനെ തന്നെയായിരുന്നു. മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നിട്ട് ചരിത്രത്തിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുക. ഏലിയാവിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് എന്ന് പറഞ്ഞ് ഒരു ശ്രേഷ്ഠ പ്രവാചകനെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏലിയാവിനെ അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നത്. ഏത് ഗോത്രക്കാരനാണെന്നോ അവൻ്റെ കുടുംബ പശ്ചാത്തലമോ ഇതൊന്നും ദൈവത്തിൻ്റെ തിരുവെഴുത്ത് അവനെക്കുറിച്ച് വ്യക്തമാക്കുന്നില്ല. അങ്ങനെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായമാണ് 1-ാം വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്. നോക്കണേ, അത്രേ ഉള്ളൂ, അവനെക്കുറിച്ച് അത്രേ പറയുന്നുള്ളൂ. വളരെ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. ഈ ഏലിയാ പ്രവാചകന് ദൈവത്തിന് അരുളപ്പാടുണ്ടായി. അന്ന് ദേശം വാഴുന്നത് ഇസ്രായേൽ എന്ന ആ സമയത്ത് 2 രാജ്യങ്ങളായി പിരിഞ്ഞതിൽ യഹൂദ്യ എന്നും ഇസ്രായേൽ എന്നും 2ആയി പിരിഞ്ഞിരുന്നു. ശമരിയ തലസ്ഥാനമായുള്ള ഇസ്രായേൽ രാജ്യം, അതാണ് 10 ഗോത്രങ്ങൾ അതിനകത്തുണ്ട്. കൃത്യമായി പറഞ്ഞ് 9.5 ഗോത്രം അതിനകത്തുണ്ട്. വലിയ രാജ്യം അതാണ്. തെക്കൻ രാജ്യം യെരുശലേം തലസ്ഥാനമായ യഹൂദ രാജ്യം, അത് 2.5 ഗോത്രമേ ഉള്ളൂ. 2 ഗോത്രം എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. ചെറിയ രാജ്യമാണ്. അവിടെയാണ് യെരുശലേമിലെ ദൈവാലയമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ വലിയ രാജ്യത്തെ രാജാവായ ആഹാബ് കല്യാണം കഴിച്ചത് സീദോന്യ രാജാവായ ഏത്തബാലിൻ്റെ മകൾ ഈസബേലിനെയാണ് കല്യാണം കഴിച്ചത്. അവൾ ഭയങ്കര മിടുക്കിയായ, തൻ്റേടിയായ, സ്വാർത്ഥമതിയായ ഒരു വെരി അസർട്ടീവ് ലേഡി, ഒരു രാജ്ഞി എന്നുള്ള ആ അധികാരമെല്ലാം ഉപയോഗിക്കുവാൻ വളരെ സന്നദ്ധയായ ഒരു സ്ത്രീയായിട്ട് നമുക്ക് ഈസബേലിനെ കാണാൻ കഴിയും. അന്യദൈവ സേവയായിരുന്നു അവൾക്ക് ഏറ്റവും പ്രധാനം. അപ്പൻ്റെയും മകളുടെയും പേരിൽ അവർ സേവിക്കുന്ന ദൈവത്തിൻ്റെ പേര് ചേർത്തിട്ടുണ്ട്. ബാലായിരുന്നു അവരുടെ ദൈവം. ബാൽ, ഇവളുടെ പേര് ഈസബൽ. അവളുടെ പേരിനകത്തും ദേവൻ്റെ പേര് കൂടി ചേർത്താണ് നമ്മൾ കാണുന്നത്. അത്രമാത്രം അവരുടെ ആ ദേശീയ ദേവതയെ അവർ പിൻപറ്റുന്നവരായിരുന്നു. ഇവൾ വന്നപ്പോൾ ഏതാണ്ട് 850 പ്രവാചകന്മാർ, ആശേരാ പുരോഹിതന്മാരും ബാലിൻ്റെ പ്രവാചകന്മാരുമായ 2 പേരും കൂടെ കൂടി 400, 450, 850 പേരെ കൂട്ടിക്കൊണ്ടുവന്ന് ബാൽ സേവ ഇസ്രായേലിൽ മുഴുവൻ പ്രചരിപ്പിച്ചു. ബാലിനെ സേവിക്കുന്നവർ കൊട്ടാരത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുവദിക്കപ്പെട്ടിരുന്നു. ഈ 850 പേരും കൊട്ടാരവുമായി ബന്ധപ്പെട്ട സകല സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് അങ്ങനെ അവിടെ കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് സത്യദൈവം ഏതാണ് എന്നുള്ള ഒരു ചിന്താക്കുഴപ്പം ഇസ്രായേലിൽ ഉണ്ടാകത്തക്കതുപോലെ കാര്യങ്ങൾ വല്ലാതെയായി. സത്യദൈവം ഏതാണ്? എന്നാൽ സത്യദൈവം ഏതാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന് ദൈവം കൊടുത്ത അരുളപ്പാടനുസരിച്ച് ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിലൊരു യാഗം നടത്തുകയാണ്. നമുക്കറിയാം, ആ യാഗം നടത്തി, ആ യാഗത്തിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗപീഠത്തെ യാഗവസ്തുവിനെ ദഹിപ്പിച്ചു. ദൈവം തന്നിൽ പ്രസാദിച്ചിരിക്കും. ഇസ്രായേലാണ് സത്യദൈവമെന്നുള്ളത് ഇസ്രായേലെല്ലാം, അവിടെ കൂടിയ ജനം മുഴുവൻ കവിണ്ണു വീണ് അംഗീകരിച്ചു. അങ്ങനെ ബാലിൻ്റെ പ്രവാചകന്മാരെ മുഴുവൻ ഏലിയാവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ കൊന്നൊടുക്കി സത്യദൈവത്തിങ്കിലേക്കുള്ള ഒരു മടങ്ങിവരവനായി ഇസ്രായേലിന് വേണ്ടി വഴിയൊരുക്കുകയാണ്. എന്നാൽ വിവരമറിഞ്ഞ ഈസബേൽ, രാജ്ഞിയല്ലേ, നാളെ ഈ നേരത്ത് അവരിൽ ഒരുവനെ പോലെ നിന്നെ ആക്കുന്നില്ലെങ്കിൽ ദൈവം എന്നോട് താക്കവണ്ണവും അധികം ചെയ്യട്ടെ എന്ന്, അവനെ കൊന്നുകളയുമെന്ന് അവൾ ശപഥം ചെയ്തപ്പോൾ വിവരമറിഞ്ഞ് ഏലിയാവ് ഭയപ്പെട്ട് ഓടിപ്പോയി ഒരു ചൂരൽച്ചെടിയുടെ കീഴിൽ, മരുഭൂമിയിൽ ഒരു ചൂരൽച്ചെടിയുടെ കീഴിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു മാലാഖ വന്ന് അവനെ തട്ടി ഉണർത്തി. എഴുന്നേറ്റ് തന്നെ നിനക്ക് ദൂരയാത്ര ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. കനൽമേൽ ചുട്ട അടയും വെള്ളവും കൊടുത്തു. അവനത് ഭക്ഷിച്ചു. എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങി. രണ്ടാമതും വന്നതുപോലെ തട്ടി ഉണർത്തി. അപ്പോൾ ദൈവത്തോട് അവൻ ഒരു പരാതി പറയുക, ഇസ്രായേലിൽ നിന്നെ വിട്ടുപോയി, നിൻ്റെ പ്രവാചകന്മാരെ മുഴുവൻ കൊന്നു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു, എന്നെയും കൊല്ലാൻ അവർ നോക്കുന്നു. ആവർത്തിച്ച് പരാതി പറയുകയാണ്. അങ്ങനെ ആവർത്തിച്ച് ഏലിയാവ് പരാതി പറയുമ്പോൾ ദൈവം അവരോട് പറയുക, നീ എന്താ വിചാരിച്ചേക്കുന്നത്? നീ എന്താ വിചാരിച്ചത്? നീ അങ്ങനെ പരാതി പറയണ്ട. നീ ഒരുത്തൻ മാത്രമെന്ന് നീ ശങ്കിക്കേണ്ട. ബാലിന് മുട്ടുകുത്താത്ത, അവനെ ചുംബിക്കാത്ത വായുള്ളവരായ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ എനിക്കായി ശേഷിപ്പിച്ചിട്ടുണ്ട്.
എന്ന് ദൈവം ഏലിയാവിനോട് അരുളി ചെയ്യുകയാണ്. ഇവിടെ അത് ഉദ്ധരിച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് പൗലോസ്. കാര്യം ഏത് കാലത്തും ഇസ്രായേൽ മുഴുവൻ അന്യദൈവ സേവയിലേക്ക് പിന്തിരിഞ്ഞു പോയാലും, പ്രവാചകന്മാരെ മുഴുവൻ അധികാരികൾ കൊന്നൊടുക്കിയാലും, ഏത് കാലഘട്ടത്തിലും സത്യദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടത്തെ, ഒരു ശേഷിപ്പിനെ, ഒരു മുന്നറിഞ്ഞിട്ടുള്ളവരെ, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തെ ദൈവം മുൻകണ്ടിട്ടുണ്ട് എന്നുള്ളത് സ്ഥാപിക്കാനായി സ്തോത്രം പൗലോസ് ഏലിയാവിൻ്റെ ചരിത്രം ഇവിടെ പറയുകയാണ്. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിൻ്റെ പ്രവാചകന്മാരെ കൊന്നു, നിൻ്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായത് എന്ത്? നമ്മൾ കാണുന്നുണ്ട്, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യമാണെന്നാണ് ദൈവം എന്നോട് ചോദിച്ചത്. അവനിങ്ങനെ തീർച്ചയായിട്ടും കിടക്കിടന്നിറങ്ങി ആലസനായിരിക്കാൻ, നിനക്കെന്താ ഇവിടെ കാര്യം? നിന്നെ ഞാൻ പ്രവാചകനായി തിരഞ്ഞെടുത്തെങ്കിൽ നിനക്കിവിടെ എന്താ കാര്യം? നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? ഈ ചൂരിച്ചെടി കീഴിൽ തളർന്ന് കിടക്കുന്നു. നീ ആരെയാ സേവിക്കുക? നിനക്കറിയില്ലേ? ഇവിടെ നിനക്കെന്താ കാര്യം എന്ന് ചോദിക്കുക. ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവൻ പരാതി പറയുക. ആ പരാതി പറയുമ്പോൾ ദൈവം അവനോട് അരുളി ചെയ്യുകയാണ്. സ്തോത്രം, ഞാൻ 7000 പേരെ എനിക്കായി ശേഷിപ്പിച്ചിട്ടുണ്ട്, നീ എന്തിനാ ഇത്ര പേടിക്കുന്നത്? സ്തോത്രം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇസ്രായേലിന് ഏത് കാലത്തും ഒരു ശേഷിപ്പുണ്ട് എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഏത് കാലഘട്ടത്തിലും സ്തോത്രം ദൈവത്തിന് ഒരു ശേഷിപ്പുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അറിയുന്നു. ദൈവം അങ്ങനെയുള്ളവരെ മുന്നറിഞ്ഞവരെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവം തൻ്റെ കൃപ കാണിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ ഇവിടെ ജനസമൂഹം മുഴുവൻ സത്യദൈവത്തിൽ നിന്നകന്നു പോയാലും ഏത് കാലത്തും ഏത് യുഗത്തിലും ഒരു ശേഷിപ്പ് ദൈവജനമായി ശേഷിച്ചിരിക്കുന്നു. ഇവൻ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ 4-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ പോലും സത്യദൈവത്തിനു വേണ്ടി, ദൈവവചനത്തിനു വേണ്ടി, ദൈവസഭയുടെ ശുദ്ധമായ ഉപദേശത്തിന് വേണ്ടി നിലനിന്നിരുന്ന വലിയ ജനസമൂഹം അണ്ടർഗ്രൗണ്ടായി, അജ്ഞാതരായി യൂറോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം തെളിയിക്കുന്നു. സമയം കടന്നു പോയല്ലോ, ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഭൂരിപക്ഷത്തെ അല്ല ദൈവം നോക്കുന്നത്. ലോകം നോക്കുന്നത് ഭൂരിപക്ഷത്തെയാണ്. നിങ്ങൾ ഭൂരിപക്ഷത്തെ അല്ല നോക്കേണ്ടത്, നിങ്ങൾ സത്യത്തെ നോക്കണം. സ്തോത്രം. ദൈവം മുന്നറിഞ്ഞിട്ടുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ? നിങ്ങളെ ഇന്ന് സർവശക്തനായും സർവജ്ഞാനിയായ ദൈവം, ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ശോധന കഴിക്കുന്നവനായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലോട്ട് പരിശോധന കഴിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ തൽപരനാണോ? അതോ ഭൗമിക വിഷയങ്ങളിൽ നിങ്ങൾ ഏറ്റവും തൽപരരായിരുന്നിട്ട് ആ ഭൗമിക വിഷയങ്ങൾ നിവർത്തിച്ച് കിട്ടാൻ, ദൈവത്തെ സേവിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നവരാണോ? നിങ്ങളെ ഇന്ന് കർത്താവ് നോക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഹൃദയനില എങ്ങനെ കാണും? ദൈവത്തിൽ താല്പര്യമുള്ളവരായി ദൈവം നിങ്ങളെ കാണുമോ? അതോ ഭൗമിക വിഷയ മോഹങ്ങളിൽ കുടുങ്ങിയിട്ട് ആ ഭൗമിക വിഷയങ്ങൾ നിവർത്തിച്ച് കിട്ടാൻ ദൈവത്തെ ഒരു ഉപാധിയായി ഉപയോഗിക്കുവാനാണോ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താല്പര്യമെന്ന് ദൈവം ഈ സമയം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭൗമിക വിഷയങ്ങൾക്ക് ദൈവം നല്ലവനായിരിക്കും. സ്തോത്രം. ഈ ആയുസ്സിൽ ജീവിക്കാൻ ആവശ്യമുള്ളത് മുഴുവൻ ദൈവം നമുക്ക് നൽകിത്തരും. എന്നാൽ ഇവിടെ മറ്റവനേക്കാൾ കേമനാകേണ്ടതിന് കൂടുതൽ തരണമേ എന്ന സ്വാർത്ഥതയിലേക്ക് നമ്മൾ വഴി മാറിപ്പോകരുത്. സ്തോത്രം. അതേ, ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിൽ ഉൾപ്പെടുന്നവരാകുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏത് കാലഘട്ടത്തിലും അവിടുത്തേക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട, അങ്ങന്ന് മുന്നറിഞ്ഞ ഒരു ശേഷിപ്പെട്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങന്ന് ഈ സമയം ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ അങ്ങയിൽ താല്പര്യമുള്ളവരെന്ന് ഞങ്ങളെക്കുറിച്ച് അവിടുന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഭൗമിക വിഷയമോഹങ്ങളിൽ കുടുങ്ങി മുമ്പോട്ട് പോകുന്നവരായിട്ടല്ല, അതിന് തിരുമേനിയുടെ സന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുന്നവരായിട്ടല്ല, നിത്യജീവന് വേണ്ടി, സ്തോത്രം, അങ്ങയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ളവരായി, അങ്ങയിൽ താല്പര്യമുള്ളവരായി, ജീവന് വേണ്ടി അങ്ങയോടുള്ള നിത്യവാസത്തിനായി താല്പര്യമുള്ളവരായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കേൾവിക്കാരായ എല്ലാ സഹോദരങ്ങളെയും ആ അനുഭവത്തിലേക്ക് ഉയർത്തി സ്തോത്രം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാമം എല്ലാത്തിലും മഹത്വമെടുക്കണം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ.